പകുതിവില തട്ടിപ്പിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇപ്പോൾ ആ തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ്. മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് CN രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. അരുൺ, കൂടുതൽ പേരുകൾ, വലിയ പ്രമുഖരുടെ പേരുകളൊക്കെ ഈ തട്ടിപ്പിന്റെ പങ്കുപറ്റിയവരുടെ പട്ടികയിൽപ്പെട്ട് പുറത്തുവരികയാണ്. CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുക്കുന്നത് ഏത് വകുപ്പ് ചുമത്തിയതാണ്? ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്? എന്താണ് ഇദ്ദേഹത്തിന്റെ പങ്ക്? അക്ഷയ, സന്ധ്യ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഇംപ്ലിമെന്റ് ഏജൻസിയായി പ്രവർത്തിച്ച KSS എന്ന സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ NGO കോൺഫെഡറേഷന്റെ ചെയർമാനായ അനന്തകുമാർ, സെക്രട്ടറി അനന്തകൃഷ്ണൻ, മൂന്നാം പ്രതി ആയാണ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വഞ്ചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2024 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഈ NGO കോൺഫെഡറേഷൻ ഇത്തരത്തിൽ പരസ്യം ചെയ്ത് ഈ ഏജൻസി മുഖേന പണം തട്ടിയത് 34 ലക്ഷം രൂപ തട്ടി എന്നുള്ളതാണ് പരാതി. ഇത്തരത്തിൽ പെരിന്തൽമണ്ണയിൽ ഉടനീളം ഇങ്ങനെയുള്ള പരാതികൾ ഉയരുന്നുണ്ട്. 147 പരാതിയാണ് ജില്ലയിൽ നിന്ന് ആകെ ഇതുവരെ ലഭിച്ചത്. അതിൽ 6 എണ്ണത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മുദ്ര ഫൗണ്ടേഷനെതിരെ, നജീബ് കാന്തപുരം MLA മുദ്ര ഫൗണ്ടേഷനെതിരെ കേസെടുത്തിരുന്നു. MLA ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പിന്നാലെയാണ് നേരത്തെ അക്ഷയ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ CN ഈ രാമചന്ദ്രൻ നായർക്കെതിരെ കൂടി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മൂന്നാം പ്രതിയാണ്. രക്ഷാധികാരി എന്ന നിലയ്ക്കാണ് ഈ NGO കോൺഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന നിലയ്ക്കാണ് പരാതി നൽകിയത്. അതിന്മേലാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അക്ഷയ, സന്ധ്യ. അരുൺ, ഇപ്പോൾ പല ഉന്നതരുടെയും പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന്. അദ്ദേഹം ഇതിന്റെ രക്ഷാധികാരിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുന്നു. ഇങ്ങനെ പ്രമുഖരുടെ പേര് ഓരോന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ ചുരുളഴിയുന്നത് വലിയൊരു തട്ടിപ്പ് അത് നടന്നു എന്നത് തന്നെയല്ലേ? തീർച്ചയായും അത്രത്തോളം ഡെപ്തുള്ള തട്ടിപ്പാണ് അത്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി വരുമ്പോൾ, ഇത്തരത്തിലുള്ള പരാതി വരുമ്പോൾ, അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചെറിയ ശതമാനം പരാതി മാത്രമേ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പരാതിയുടെ പ്രവാഹം നമ്മൾ കാണാനിരിക്കുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ഈ സംഘടനയുടെ പേര് നമ്മൾ പറഞ്ഞു, KSS എന്ന സംഘടന, ഇതുപോലുള്ള മുദ്ര ഫൗണ്ടേഷൻ, അങ്ങനെ 18 സംഘടനകളാണ് ഇത്തരത്തിലുള്ള ഇംപ്ലിമെന്റ് ഏജൻസിയായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ 18 സംഘടനകളെയും നിന്നും തട്ടിപ്പിന് ഇരയായതായി ഇവർ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ചില സംഘടനകളും ചില പരാതികളും മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം പരാതി ഇനിയും വരാനിരിക്കുന്നു, അതിൽ ആരൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും മൂന്നാം പ്രതിയായി CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ പോലീസ് എന്നാണ് ഈ മണിക്കൂറിൽ CSR ഫണ്ട് തട്ടിപ്പുമായി പെരിന്തൽമണ്ണയിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. സന്ധ്യ, അക്ഷയ. രാമചന്ദ്രന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ സന്നദ്ധ സംഘടന നൽകിയ പരാതിയിൽ രക്ഷാധികാരി എന്ന നിലയ്ക്ക് CN രാമചന്ദ്രന്റെ പേര് കൂടി ചേർത്ത് പരാതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അക്ഷയ. അരുൺ, ഇനിയും അതായത് കൂടുതൽ പേരുകളിലേക്ക് സന്ധ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നജീബ് കാന്തപുരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു CN രാമചന്ദ്രന്റെയോ മാത്രമല്ല, കുറെ ആളുകൾ ഇതിന്റെയൊക്കെ രക്ഷാധികാരികളായി നിൽക്കുകയും ഇതിന് ഇടനിലക്കാരാവുകയും ഇത് വാങ്ങി നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള കുറെ പേരുണ്ട്. അതിനപ്പുറത്തേക്ക് പണം പറ്റിയവരുണ്ട്. ആ പേരുകളൊക്കെ ഇനി പ്രതിപട്ടികയിലേക്ക് ഇടം പിടിക്കില്ലേ? അങ്ങനെ തന്നെ നീളുന്നു അന്വേഷണം, അതോ ഈ പേരുകളിൽ ചുരുങ്ങുമോ? അതെ, നജീബ് കാന്തപുരം ഇതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഈ ഇംപ്ലിമെന്റ് ഏജൻസിയായ KSS ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടല്ലോ, അതേ നിലയ്ക്കാണ് നജീബ് കാന്തപുരവും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായത്. ഈ മുദ്ര ഫൗണ്ടേഷനും ഇത്തരത്തിലൊരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ ഈ ഇരകളായവർക്ക് പിന്നാലെ പോകാതെ വേട്ടക്കാർക്കെതിരെ സർക്കാർ തിരിയണമെന്നുള്ളതൊക്കെയാണ് നജീബ് കാന്തപുരം വിശദീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിക്കെതിരെ ഏജൻസി നൽകിയ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇനിയും ഒരുപാട് പേർക്കെതിരെ, ഇനിയും 18 ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ മലപ്പുറത്ത് മാത്രമുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേർ ഇനി പരാതിയുമായി രംഗത്ത് വരാനുമുണ്ട്. ഒരുപാട് പേർ ഈ തട്ടിപ്പിനിരയായ വിവരം ഈ അനന്തകൃഷ്ണൻ പിടിയിലായതോടുകൂടിയാണ് പുറത്തറിയുന്നത്, തട്ടിപ്പിനിരയായ കാര്യം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പരാതികൾ ഇനിയും വരാനുണ്ടെന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇംപ്ലിമെന്റ് ഏജൻസിയിൽ നിന്ന് ഇത്തരത്തിൽ പണം അവർ തട്ടിപ്പിനിരയായതായാണ് ഈ എല്ലാ ഇംപ്ലിമെന്റ് ഏജൻസികളും വ്യക്തമാക്കുന്നത്. അപ്പോൾ അവർ നേരത്തെ നജീബ് കാന്തപുരം ഈ NGO കോൺഫെഡറേഷന് പണം കൈമാറിയതിന്റെ എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിരുന്നു. അത്തരത്തിൽ
ഇത്തരത്തിലുള്ള വിശദീകരണവുമായി ഈ ഇംപ്ലിമെന്റിംഗ് ഏജൻസി തന്നെ രംഗത്ത് വരുമ്പോൾ കൂടുതൽ പരാതികൾ ഇനിയും ഇരയായ ആളുകൾ രംഗത്ത് വരും എന്നുള്ളത് തന്നെ വ്യക്തമാണ്. ഇത്തരത്തിൽ ഉള്ള ഓരോ മണിക്കൂറിലും ഇത്തരത്തിൽ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അനുമാനിക്കാം ആളുകളൊക്കെയും ഈ പ്രതി പട്ടികയിലേക്ക് ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഈ പകുതി വില തട്ടിപ്പ് എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.